മുടി ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. മുഖ സൗന്ദര്യത്തിന് പ്രധാന ഘടകമാണ് മുടി. യോഗ മുടി സംരക്ഷണത്തിനും മുടി വളർച്ചയും ഒരു പരിധിവരെ സഹായിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇന്നത്തെ വൈദ്യശാസ്ത്രം അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇനി ആദ്യം നമുക്ക് മുടി എന്താണെന്ന് നോക്കാം. മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്താണെന്നും മുടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മുടി എന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീനാൽ നിർമ്മിതമാണ്. ആൽഫ കെരാറ്റിനാണ് ഇതിന് പ്രധാനപ്പെട്ടത്. നമ്മുടെ ത്വക്കിൻ്റെ അകമ്പാളിയായ ഡെർമസിൽ നിന്ന് ആരംഭിച്ച് ഫോളിക്കിളുകളിലെത്തി രോമകൂപത്തിൽ എത്തി പതിയെ മുടി വളർച്ച ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് ത്വക്കിൻ്റെ ഏറ്റവും പുറംഭാഗമായ എപ്പിഡെർമസിലെത്തി പുറത്തേക്ക് വളരുന്നതാണ് നമ്മൾ ഈ കാണുന്ന മുടി എന്ന് പറയുന്നത്. ഇതിന് ഉള്ളിലുള്ള ഫോളിക്കിളിലാണ് മുടി വളർച്ച ഉണ്ടാവുന്നത്. ബാക്കിയുള്ളത് ഇത് മരണപ്പെട്ട മുടി എന്നാണ് പറയുന്നത്. കാരണം ഇതിന് ജീവനില്ല, എന്നാൽ അകമ്പാളിയിൽ നിന്നാണ് വളർച്ച ഉണ്ടാകുന്നത്. മുടി നിലനിർത്തുന്നതിന് പലതരം ഹോർമോണുകളും കോശങ്ങളും ഒക്കെയുണ്ട്. ഇതിൻ്റെ പ്രതിപ്രവർത്തനമാണ് മുടി വളർച്ച നിയന്ത്രിക്കുന്നത്. നമുക്ക് മുടിക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അറിയണ്ടേ? അതിന് വൈറ്റമിൻ B12 വേണം, വൈറ്റമിൻ B7 വേണം, ബയോട്ടിൻ എന്ന വൈറ്റമിൻ B7 വേണം, B2 വേണം, ഫോളേറ്റ് വേണം, സിങ്ക് വേണം, കൊളാജിൻ വേണം തുടങ്ങിയ പോഷക ഘടകങ്ങൾ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും കുറയുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്കും നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകുന്നത് എന്താണെന്ന് അറിയണ്ടേ? മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത്. ഇനി മുടി വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? സ്ട്രെസ്സ്, ഉത്കണ്ഠ, ടെൻഷൻ, പിന്നെ മുടി ശിരോചർമ്മത്തിലേക്കുള്ള രക്തചക്രം അഥവാ രക്തയോട്ടത്തിൻ്റെ കുറവും മുടി വളർച്ചയെ ബാധിക്കും. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന യോഗയുടെ പ്രാധാന്യം. യോഗകൾ കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. യോഗ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങൾക്കും യോഗ ഒരു പരിഹാര മാർഗം കൂടിയാണ്. നമുക്ക് ആരോഗ്യമുള്ള മുടി ഉണ്ടാകുന്ന ഘടകങ്ങൾ എന്താണെന്ന് നോക്കണ്ടേ? അതിന് എന്തൊക്കെയാവണം? സ്ട്രെസ് കുറയണം, ശിരോചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കണം, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന, നമുക്ക് സങ്കടം ഉണ്ടാകുമ്പം, വിഷമങ്ങൾ ഉണ്ടാകുമ്പം ഒക്കെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് സ്ട്രെസ് ഹോർമോൺ. ഈ ഹോർമോൺ അധികമാകുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവും. അതാണ് ടെൻഷൻ അടിക്കുന്നത് കുറക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുടി വളർച്ചയെ ബാധിക്കും, അകാല നര വരും, പിന്നെ മുടിയുടെ യഥാർത്ഥ പൊസിഷനൊക്കെ മാറും. അപ്പം നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ കുറക്കണമെങ്കിൽ എന്താവണം? നമ്മുടെ യോഗ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. യോഗ മാത്രമല്ല കേട്ടോ, നല്ലതായിട്ട് പ്രാണായാമം ചെയ്യുക വഴിയും ധ്യാനം ചെയ്യുക വഴിയൊക്കെ നമുക്ക് ഈ ടെൻഷൻ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഉത്കണ്ഠയും ടെൻഷനും ഈ സ്ട്രെസ്സൊക്കെ ഈ ധ്യാനം ചെയ്യുന്നതിലൂടെ മനസ്സ് ശാന്തമാക്കി, മനസ്സിനെ നിയന്ത്രിച്ച്, ദേഷ്യമൊക്കെ പരിമിതപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിനെ ഒരു ശാന്തമാക്കിയാൽ നമ്മുടെ ടെൻഷനും സ്ട്രെസ് ഹോർമോൺ ഒക്കെ കുറയും. അപ്പം മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ മാനസിക ആരോഗ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാനസികാരോഗ്യം നമുക്ക് യോഗാസനയിലൂടെ സ്വാസ്ഥ്യമാക്കാൻ കഴിയും, ധ്യാനത്തിലൂടെ സാധ്യമാക്കാൻ കഴിയും. അപ്പം നമുക്ക് യോഗ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് ബ്രീതിങ് വ്യായാമമാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ബ്രീതിങ് വ്യായാമമാണ്. ശ്വാസ നിയന്ത്രണത്തെയും ഹൃദയമിടിപ്പിനെയും തന്നെയും സ്ട്രെസ് ഹോർമോണുകളെ ബാലൻസ് ചെയ്യാൻ യോഗയ്ക്ക് സാധിക്കും. അതുപോലെ ബ്രീതിങ് യോഗയുണ്ട്, ധ്യാനമൊക്കെ ഉണ്ട്. ആ ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
സ്ട്രെസ് ഹോർമോൺ കൺട്രോൾ ആയാൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ, അതായത് നമ്മൾ അകാലനരയൊക്കെ കുറേയൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ധ്യാനം അല്ലെങ്കിൽ ഈ ബ്രീതിങ് യോഗ പ്രാണായാമം ഇത് നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യം കേട്ടോ. നമുക്ക് എപ്പോൾ ടെൻഷൻ നിൽക്കുന്നു അപ്പം നിർത്താനുള്ളതല്ല. നമ്മുടെ മനസ്സിനെ എപ്പോഴൊക്കെ ശാന്തമാക്കണമോ അപ്പോഴൊക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. തരത്തിലും കൂടെ നമുക്ക് ഇത് ഉപയോഗപ്രദമാണ്. നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും. പിന്നെ ദഹന പ്രക്രിയകളെ ത്വരിതപ്പെടുത്തും. ദഹനത്തിനെയൊക്കെ മെച്ചപ്പെടുത്താനും സാധിക്കും. ശിരോചർമ്മത്തെയും മുടിയൊക്കെ ശക്തിപ്പെടുത്താൻ പലതരം യോഗ പോസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 ശീർഷാസനം, അധോമുഖ ശവാസന, സർവാംഗാസനം, പശ്ചിമോത്താസന. അതായത് ശീർഷാസനം, അധോമുഖ ശവാസനം, സർവാംഗാസനം, പശ്ചിമോത്താസന. ഈ 4 യോഗാസനങ്ങളിലൂടെ നമ്മൾക്ക് ഈ പറയുന്ന സ്ട്രെസ്സ്, ഉത്കണ്ഠ, ടെൻഷൻ, ശിരോചർമ്മത്തിലേക്ക് രക്തയോട്ടം ത്വരിതപ്പെടുത്താൻ സാധിക്കും. രക്തചക്രമണം ശരിയായ വിധം നടത്താൻ സാധിക്കും. ശീർഷാസനം അഥവാ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഉപകാരം എന്നറിയണം. അത് നമ്മുടെ രക്തചക്രമണത്തെ, ബ്ലഡ് സർക്കുലേഷനെ കൃത്യതയോടെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ഓക്സിജൻ്റെ ലെവല്, അതായത് നമ്മുടെ നമുക്ക് മുടി വളരുന്നതിന് ഓക്സിജനും ഒരു ഘടകമാണ്. മുടി വളർച്ചയ്ക്ക് ഓക്സിജനും ഒരു ഘടകമാണ്. നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്ക് രക്തത്തിലൂടെ പോഷക ഘടകങ്ങൾ എത്തുമ്പോൾ ഓക്സിജൻ്റെ അളവും കൃത്യമായി എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ശീർഷാസനത്തിലൂടെ നമുക്കത് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കും. ഇത് കൃത്യമായി നമ്മളൊരു കൺട്രോളിലൂടെയാണ് ഈ ശീർഷാസനം ചെയ്യുന്നത്. അപ്പം മൈൻഡ് ക്ലിയർ ആവും. അപ്പം നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കുന്നതന്നെ നമ്മുടെ ടെൻഷൻ ഒരു പരിധിവരെ നമ്മൾ സ്വയം പറയുകയാണ് കൂൾ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നോക്കി നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആണ് അർദ്ധോമുഖ ശവാസനം. ഇത് നമ്മുടെ ശിരോചർമ്മത്തിലേക്കുള്ള രക്തഓട്ടത്തിലെ ത്വരിതപ്പെടുത്തുന്നതാണ്. രക്തചക്രമണം കൂട്ടി ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിച്ച് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഫോളിക്കുകളിൽ ഹെയർ വേരുകൾ ഉറയ്ക്കുകയും മുടി വളർച്ച ത്വരിതപ്പെടുത്തുകയും മുടി കൊഴിയാതെ ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ആരോഗ്യത്തോടെ മുടി വളർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനങ്ങളിൽ ഒന്നാണ് അർദ്ധോമുഖ ശവാസനം. പിന്നെ സർവാംഗാസന, ഷോൾഡർ സ്റ്റാൻഡ് അഥവാ സർവാംഗാസന എന്ന് പറയുന്നത് ഇതും. പിന്നെ ക്യാമൽ പോസ് എന്ന് പറയുന്ന ഉസ്ത്രാസന, ശിരോചർമ്മത്തിലേക്ക് രക്തോട്ടം എത്തിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കും, നമ്മുടെ ദഹനപ്രക്രിയയെ കൺട്രോൾ ചെയ്യും, ദഹനമൊക്കെ സുഗമമാക്കും. ഒക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ത്വരിതപ്പെടുത്തുന്നത് വഴി എന്താവും? നമ്മുടെ മുടി വളർച്ചയ്ക്കും അതിന് പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായി എത്തിക്കഴിയുമ്പം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഇല്ലാണ്ടാവും. അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇതിനൊക്കെ ഇത് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ആരോഗ്യപരമായിട്ടുള്ള മുടി വളർച്ചയ്ക്ക് ഈ യോഗാസനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏതാണ്? ശീർഷാസനം, അർദ്ധോമുഖ ശവാസനം, സർവാംഗാസനം, പശ്ചിമോത്താസനം. ഈ യോഗാസനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാനും നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇത് ഒരു പക്ഷേ എങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ തന്നെയും ഇത് ഒരു പക്ഷേ നമുക്ക് ചില ആളുകൾക്കൊന്നും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പശ്ചിമോത്താസനയൊക്കെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് കുറച്ച് എന്താ പരിശീലനം കിട്ടിയിടത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശീർഷാസനമൊക്കെ ചെയ്യുമ്പം കുറച്ച് പരിശീലനം കിട്ടുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലർക്ക് ഇത് അൾസർ പോലുള്ള അസുഖങ്ങളുള്ളവരും പിന്നെ പ്രസവം ഉടനെ കഴിഞ്ഞവരും ഓപ്പറേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞവർക്കൊന്നും ഈ ആസനങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ധ്യാനമാണ്. പ്രാണായാമം ചെയ്യാം, ധ്യാനം ചെയ്യാം. അപ്പം കുറച്ച് നേരം മൈൻഡ് ക്ലിയറാക്കി കണ്ണടച്ചിട്ട് നമ്മുടെ ഉൾബോധ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമുക്ക് മാനസികമായി നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ തീർത്ത് പുറത്തേക്ക് പതിയെ വന്ന് എടുക്കുന്ന ആ ധ്യാനം നമ്മൾ ദിവസം ചെയ്താൽ നമുക്ക് മാനസികമായിട്ട് വളരെയധികം ഒരു ഹെൽപ്ഫുള്ളായിരിക്കും.
അപ്പം നമുക്ക് മുടി വളർച്ചയ്ക്ക് ഇത് ഏഹ്, മുടി വളർച്ചയ്ക്ക് ഈ ഘടകങ്ങളൊക്കെ, അതായത് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് മനസ്സിലായോ? മുടി നഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ മാനസികാരോഗ്യം ശരിയല്ലാതിരിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കിട്ടാതിരിക്കുക, നമ്മുടെ ശരീരത്തിൽ കൃത്യമായ രക്തയോട്ടം നടക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ മുടി കൊഴിയുന്നതിനും മുടി വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അകാലനര ഉണ്ടാവുന്നതിന് പ്രധാന കാരണങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി മുടിയിൽ കൃത്യമായ ഡ്രൈ ഹെയർ ആയിട്ടൊക്കെ ഉള്ളവർക്ക് കൃത്യമായ ഓയിൽ മസാജുകളൊക്കെ കൊടുത്ത് നമുക്ക് രക്തയോട്ടം, ഓക്സിജൻ ലെവലൊക്കെ വർദ്ധിപ്പിക്കാം. അവിടെ ഇപ്പം മുടി അവിടെ ആ വേരുകളിൽ, ഫോളിക്കുകളിൽ മുടിക്ക് വേരുറപ്പുണ്ടാവും. അപ്പം മുടിക്ക് ആരോഗ്യമുണ്ടാവും. മുടി അവിടെ നിന്ന് പെട്ടെന്ന് പൊട്ടിപ്പോരത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ പുറമേക്കുള്ള ചികിത്സ കൊടുക്കാൻ സാധിക്കും. നല്ല പായ്ക്കുകളൊക്കെ ഇടുക, മുടിക്ക് മസാജുകൾ കൊടുക്കുക, നല്ല പായ്ക്കുകളൊക്കെ ഇടുക, മുടിക്ക് വേരുറപ്പിനുള്ള പോഷക ഘടകങ്ങൾ കൊടുക്കുക, പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കുക. ഈ പ്രോട്ടീൻസൊക്കെ മുട്ടയുടെ വെള്ളയൊക്കെ പറ്റുന്നത് നല്ലതാണ് മുടിക്ക്. അത് മുടി മിനുസപ്പെടുത്തുക മാത്രമല്ല, മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ മുടിയുടെ വേരുകൾ വലിച്ചെടുക്കും. പിന്നെ അതുപോലെ തന്നെ പലവിധം പായ്ക്കുകളുണ്ട്, മൈലാഞ്ചി പായ്ക്കുകളുണ്ട്. ഇതിനകത്തൊക്കെ മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള, മുടിക്ക് കരുത്ത് പകരുന്ന ഘടകങ്ങളൊക്കെ അന്നജം, പ്രോട്ടീൻ, കൊളാജിൻ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് മുടി വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഏതൊക്കെയായാലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മനസ്സ് സ്വസ്ഥമാക്കി കുറച്ച് നേരം, ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കി ഒന്ന് ധ്യാനിച്ചു നോക്കൂ. നമുക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കൂ, നല്ല ചിന്തകൾ ഉണ്ടാക്കൂ, മനസ്സിന് നല്ല ആരോഗ്യം നൽകൂ. നമ്മുടെ മുഖ സൗന്ദര്യവും ഒപ്പം മുടിയും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. മുടിയും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.